ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ഇന്ന് നല്ല ഒരു മൂഡിലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ മുറിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. നിറയെ പൊടി പിടിച്ച് കിടക്കുകയാണ്. റോഡ് സൈഡിലൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് പൊടി കയറും കേട്ടോ. അപ്പോൾ അങ്ങനെ മുറിയൊക്കെ ഞാനൊന്ന് അടിച്ച് വൃത്തിയാക്കി മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യുവാണ്. പിന്നെ എനിക്ക് അലമാരയും കൂടി ഒന്ന് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. തുണിയൊക്കെ ആകെ അലങ്കോലമായി കിടക്കുകയായിരുന്നു. അങ്ങനെ തുണിയെല്ലാം വലിച്ചോരിട്ടതിന് ശേഷം മുഴുവൻ ഷെൽഫും ഞാൻ ജസ്റ്റ് ഒന്ന് പൊടി കൊണ്ട് ക്ലീൻ ചെയ്തു. നമ്മൾ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ വൃത്തിയാക്കുന്നത് നല്ലതാണ്. കാരണം പൊടിയൊക്കെ പ്രത്യേകിച്ച് എല്ലാ വീടുകളിലും കയറുന്നതാണ്. അപ്പം ജസ്റ്റ് പൊടി തുടച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യം ഉണ്ടാവത്തില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ സിലിക്ക ജെല്ല് വെച്ച് കൊടുക്കാറുണ്ട് നോർമലി അലമാരയിൽ. ഇല്ലെങ്കിൽ സിലിക്ക ജെല്ല് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കർപ്പൂരത്തിൻ്റെ കഷ്ണങ്ങൾ വെച്ച് കൊടുത്താൽ നമുക്കൊരു നല്ലൊരു ഫ്രാഗ്രൻസ് വരും. ഷെൽഫ് തുറക്കുമ്പോൾ തുണിയിലൊക്കെ ഒരു സ്മെല്ലുണ്ടാവുമല്ലോ, അതൊന്നും വരാതിരിക്കും. പിന്നെ പ്രാണികളും പല്ലി അങ്ങനെയൊന്നും കയറത്തുമില്ല. അപ്പം അതൊക്കെ ചെയ്തതിന് ശേഷം ഞാനിനിയും ഷെൽഫിൽ നോർമലി ഷെൽഫ് ലൈനറാണ് ഇടുന്നത്. പക്ഷേ എൻ്റെ ബെഡ്റൂമിൽ ഞാൻ ന്യൂസ് പേപ്പർ വിരിച്ചിട്ട് ആണ് ഷെൽഫിൽ വെക്കുന്നത്. പൊതുവേ ഞാൻ മടിയുള്ള കൂട്ടത്തിലാണ്. വല്ലപ്പോഴുമൊക്കെ ഇങ്ങനെ മൂഡ് ചേഞ്ച് ആകുമ്പോഴാണ് മൊത്തത്തിലൊന്ന് വൃത്തിയാക്കാൻ തീരുമാനിക്കുന്നത്. പക്ഷേ വൃത്തിയാക്കുന്ന ദിവസം ഒരു ഒന്നൊന്നര വൃത്തിയാക്കലായിരിക്കും കേട്ടോ. അപ്പോൾ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞ് അടുക്കി വെക്കലിൻ്റെ പകുതി എത്തിയപ്പോൾ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. കാരണം ലൈറ്റൊക്കെ ഏകദേശം കുറഞ്ഞു വന്നു. അതാണ് പകുതി സ്റ്റേജിലെത്തിയപ്പം കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ജീൻസ്, സൽവാർ അങ്ങനെ തരംതിരിച്ചിട്ടാണ് അടുക്കി വെച്ചേക്കുന്നത്. അതുപോലെ കോസ്മെറ്റിക്സിന് ആക്സസറീസ് അതേപോലെ എല്ലാം തരംതിരിച്ച് ഇതേപോലെ അടുക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ലെഗിങ്സും ഷോളും ഒക്കെ ഇതേപോലെ മടക്കി വെച്ചാൽ നമുക്ക് എടുക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ സ്പേസ് നമുക്ക് ഒരുപാട് കിട്ടും. അപ്പം ഇതുപോലെ ബാക്കിയും കൂടെ ഞാൻ അടുക്കി വെച്ച് അതൊന്ന് സെറ്റ് ചെയ്തു. അപ്പം എൻ്റെ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം മോൻ ഇന്ന് മുടി വെട്ടണം എന്ന് വിചാരിച്ചു. കുറേ നാളുകൊണ്ട് വിചാരിക്കുകയാണ്. അവന് മുടി വെട്ടുന്നതിന് ഭയങ്കര മടിയാണ്. പൊതുവെ ഈ ആൺപിള്ളേർക്കെല്ലാം മടിയാണ് മുടി വെട്ടാൻ. നിങ്ങളുടെ മക്കളുമൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ടോ? പിന്നെ അവന് മുടി വെട്ടാൻ നേരം ഞാനൊരു സൈഡിലൊരു ലൈനും കൂടെ ഇട്ട് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവന് ഹാപ്പിയായി. അങ്ങനെ മുടിയൊക്കെ വെട്ടി സെറ്റായി. ഒരു ചെറിയ വിഷമം കാണുന്നുണ്ട്. പിന്നെ ലൈനൊക്കെ എടുത്ത് കൊടുത്തതുകൊണ്ട് അവന് അഡ്ജസ്റ്റായി. വിഷുവൊക്കെ കഴിഞ്ഞതിന് ശേഷം പൈനാപ്പിൾ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പം ഇന്ന് പൈനാപ്പിൾ കൊണ്ടൊരു മധുരക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചിലയിടങ്ങളിൽ കോട്ടയം ഭാഗത്തൊക്കെ നല്ല പ്രശസ്തമായ ഒരു കറിയാണ്, സദ്യയ്ക്കുള്ള ഒരു ഐറ്റമാണ്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. പൈനാപ്പിൾ ഇങ്ങനെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് കുറച്ചൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതൊക്കെ അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 കപ്പ് കാഷ്യൂനട്ടും ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കണം. അതായത് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് അടച്ചു വെക്കുന്നത്. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് ശർക്കരപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇതിന് പകരമായിട്ട് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഞാനിതിലേക്ക് കുറച്ച് ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ ശർക്കരപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. അപ്പോഴത്തേക്കും ഒരു ബ്രൗൺ കളറാകും. ആ കളർ ആയിട്ട് ചേഞ്ച് ആവുന്ന വരെ നമുക്കിങ്ങനെ വരട്ടിയെടുക്കണം. അതും കൂടെ ആകുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. ഇനി നമുക്കതിന് കടുക് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ചുവന്ന മുളകും അതേപോലെ കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് താളിച്ചെടുക്കണം. ഇനി നാളികേരം ഒരു പച്ചക്കടുവും കൂടെ ചേർത്തരച്ച് മിക്സിയിലെടുത്തത് ഈ കൂട്ടിനോടൊപ്പം ചേർത്ത് കൊടുക്കുകയാണ്. അതൊന്ന് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഉണക്കമുന്തിരി ഇല്ല എന്നുണ്ടെങ്കിൽ ചെറിയ റെഡ് കളറിലെ ഗ്രേപ്സ് കിട്ടും, അത് ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ മധുരക്കറി ഉണ്ടാക്കിയെടുക്കാൻ. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതൊന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ചുമ്മാ അവർ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പം ഇതാണ് ഇന്നത്തെ ഊണിൻ്റെ സ്പെഷ്യൽ. പൈനാപ്പിളൊക്കെ ഇങ്ങനെ കിട്ടുമ്പം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത് കഴിഞ്ഞതിന് ശേഷം വൈകിട്ട് ഇന്ന് നമുക്ക് തൊട്ടടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ, ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പുണ്ട്. സപ്താഹത്തിൻ്റെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള വീട്ടുകാരെല്ലാം നിലവിളക്ക് വെച്ച് സ്വീകരിക്കുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പം ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ഇനിയും മറ്റ് നല്ലൊരു വ്ളോഗുമായിട്ട് വരുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.